ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലോബലി എങ്ങനെയാണ് ഈ മാർക്കറ്റുകൾ പെർഫോം ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. ശേഷം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇൻട്രാഡേ ലെവൽസും പിന്നെ ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്ക് സൈഡിലി ഗെയിൻ ചെയ്യുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പോസിറ്റീവാണ്. കഴിഞ്ഞ വീക്കിലൊക്കെ US മാർക്കറ്റ്സിലെ ഒരു സെല്ലിംഗ് പ്രഷർ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബട്ട് മാർക്കറ്റ് ഇപ്പം 3-4 ദിവസമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പിടിച്ചു നിൽപ്പുണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ലൈറ്റ്ലി നെഗറ്റീവ് ടു ന്യൂട്രൽ ലെവലിൽ ട്രേഡിംഗ് ക്ലോസിംഗ് നടത്തുന്നുണ്ട്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി ന്യൂട്രൽ ടു പോസിറ്റീവ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലെവൽസിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ മേ ബി ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണിങ്ങോ നമുക്ക് പ്രതീക്ഷിക്കാം. ജാപ്പനീസ് മാർക്കറ്റ്സ് ക്ലോസിങ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ന്യൂട്രൽ ലെവലിൽ നിൽക്കുകയാണ്. ബാക്കി മാർക്കറ്റ്സ് എല്ലാം വലിയ സെല്ലിംഗ് പ്രഷറൊന്നും നിലവിലില്ല. ബട്ട് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റ് ആയിരിക്കണം പല മാർക്കറ്റ്സുകളിലും നിലനിന്ന് പോകുന്നത്. ആൻഡ് നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലത്തെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടിരുന്നു. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂഷൻ ക്യാൻഡിൽ പോലെ ഒന്ന് അപ്സൈഡ് പ്രഷർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ക്ലോസിംഗ് ആണെന്ന് പറയാനും കഴിയില്ല. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു ബൈയിങ് പ്രഷർ തന്ന ശേഷം മാർക്കറ്റ് ഒരു പോസ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയാൻ പറ്റുന്നത്. സോ മാർക്കറ്റിൽ ഇനി നമ്മൾ കാണേണ്ടത് ഈ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി അറ്റംപ്റ്റ് നടത്തുക എന്നുള്ളതാണ്. ഈ ഒരു ഹൈയിൽ മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തുക എന്നുള്ളതാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. സോ ടോട്ടലി എല്ലാ സ്റ്റോക്സും ഒന്ന് പോസിറ്റീവായി വരണമെങ്കിൽ എന്താണ് വേണ്ടത്? കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ കണ്ടിന്യൂഷൻ ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം സ്റ്റോക്സിലും വരുന്ന ദിവസങ്ങളുണ്ടാവും. മറിച്ച് ഒരു കൺഫ്യൂഷൻ മാർക്കറ്റ് നിലനിർത്തുന്നുണ്ടെങ്കിൽ സ്റ്റോക്സും എന്താ പറയുക സ്ട്രെങ്ത് കുറഞ്ഞ് തന്നെ വരും. ഇൻഡിവിജ്വൽ സ്റ്റോക്സ് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയുടെ ഒരു പെർസെൻസ്, നിഫ്റ്റി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കിയാൽ ടോട്ടലി മാർക്കറ്റിലെ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് എടുത്ത് നോക്കിയാൽ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു അല്ലേ, ഇത്രയും റേഞ്ചിൽ ഡൗൺ സൈഡ് വന്നു. ശേഷം ഈ ഒരു ഏരിയ നോക്കാം, സപ്പോർട്ട് എടുത്ത ഏരിയ എല്ലാം നമുക്ക് പരിശോധിക്കാം. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ബേസ് ഇങ്ങനെ ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് പോസ് ചെയ്തു. ഈ ഏരിയയിൽ നിന്ന് കണ്ടിന്യൂസ് ഫോൾ ആണ് വന്നേക്കുന്നത്. കണ്ടിന്യൂസ് ബൈയിങ് പ്രഷറാണ് മാർക്കറ്റ് തന്നേക്കുന്നത്. നിങ്ങൾ നോക്കി. സോ ഇത്രയും പെർസെൻറ്റ്, അതായത് ഒരു 1.76% മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്സൈഡ് പോയി അല്ലേ. ശേഷം ആ ഭാഗത്ത് നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. ഇത്രയും ഭാഗം 25,883 നിന്നും മാർക്കറ്റ് പോസ് ചെയ്ത് അപ്സൈഡ് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുവാണെങ്കിൽ 28,850 എന്നുള്ള റേഞ്ച് തിരിച്ചു വരുവാണെങ്കിൽ ബയേഴ്സിൻ്റെ കൺട്രോളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സോണ് 25,850 ആണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. സോ ഈ ഒരു ഏരിയ നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്നലെ വന്ന ഈ ഒരു സ്വിംഗ് ലോ, ഇന്നലെ ഈ ഒരു ഹൈ പോയിട്ട് ഈ ഒരു ലോയിലേക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് തിരിച്ച് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ പോസിറ്റീവാണ്. മാർക്കറ്റ് വീണ്ടും കൺസോളിഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് കാണാം. സോ ഈ ഒരു സോൺ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ച് വെച്ചേക്കാം. 26,130 എന്നുള്ള റേഞ്ച് മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഇതിൻ്റെ താഴെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സ്വിംഗ് ലോ തന്നു. ഇപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, ഇതിൻ്റെ ഏരിയയിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് കാണും. ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് വേറെ പോസിബിലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇങ്ങനെ റേഞ്ച് ഈ സ്വിംഗ് ഹൈക്ക് മുകളിൽ ലിക്വിഡിറ്റി എടുത്ത ശേഷം ഒരു ഡൗൺ സൈഡ് വന്ന് വീണ്ടും ഇതെടുത്ത് അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഏത് രീതിയിൽ വേണമെങ്കിലും അപ്സൈഡ് തരാം. കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴും വേണ്ടവർക്ക് ഓർഡേഴ്സാണ്. ആ ഓർഡേഴ്സ് അവർ എവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നു ആ ഏരിയയിലേക്ക് എത്താൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഞാൻ പറഞ്ഞു, ഈ ഓൾ ടൈം ഹൈ റേഞ്ചിൽ എത്തുമ്പോഴത്തേക്കും മാർക്കറ്റ് എപ്പോഴും ഒരു പാനിക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കും. കാരണം നിഫ്റ്റി ഓൾ ടൈം ഹൈയുടെ അടുത്താണ്. സോ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക. സ്വിംഗ് പൊസിഷൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് ക്ലിയർലി വാച്ച് ഔട്ട് ചെയ്ത ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയിലും കൂടെ വന്ന് നമുക്ക് പോവാം. ബാങ്ക് നിഫ്റ്റി 1 ഡേ ചാർട്ട് ഒന്ന് എടുത്ത് കാണിക്കാം. ആദ്യം ബാങ്ക് നിഫ്റ്റി 1 ഡേ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ക്ലിയർ വ്യൂ ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ എന്ന് പറയുന്നത് അപ്സൈഡ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ടോട്ടലി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ കണ്ടില്ല, ബാങ്ക് നിഫ്റ്റി വളരെ ക്ലിയർ പിക്ചറാണ്. അപ്സൈഡ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളൊരു പിക്ചർ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി തന്നത്. കണ്ടില്ലേ, അടുത്ത കണ്ടിന്യൂഷൻ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ, അതായത് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ക്യാൻഡിൽ തന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടോട്ടലി പോസിറ്റീവ് സ്ട്രക്ചർ ബേസ് പോലും നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ നോക്കിയേ, മാർക്കറ്റ് ഇത്രയും വലിയൊരു ഡൗൺ സൈഡ് ഈ ഒരു ഏരിയയിൽ തന്നിട്ടുണ്ടായിരുന്നു.
ടോട്ടലി പിക്ചർ ഞാൻ പറഞ്ഞു തരികയാണ്. ഈ ഒരു ഏരിയയിൽ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോവാണ്. എത്ര റേഞ്ചാണ് ഈ ഒരു ഏരിയയിൽ നിന്നും മാക്സിമം ഒരു 1.9 to 2% അപ്സൈഡ് തന്ന ശേഷം മാർക്കറ്റ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി ആൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. സോ എന്തായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത്? ബാങ്ക് നിഫ്റ്റി മേ ബി നമുക്ക് പറയാം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യട്ടെ. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 60,000 മുകളിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആളുകൾ എന്താ പറയുക, ഒരു മാർക്കറ്റിൽ കുറേ കൂടെ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് വിസിബിൾ ആണ്. ആൻഡ് ഒരുപാട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. 60,000 എന്നുള്ള റേഞ്ചും കൂടെ ഒന്ന് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഒരുപാട് കോൺഫിഡൻസ് ആളുകളിൽ ബിൽഡ് ചെയ്യും. സോ എന്തായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഈ ഒരു 2 മേജർ ഡിമാൻഡ് ഏരിയാസ് ഉണ്ട്. 59,380 ആൻഡ് അതും ബ്രേക്ക് ചെയ്ത് അപ്പോൾ ഒരു 59,380 ഒരു ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഏരിയ നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. 58,780 എന്നുള്ളതും നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ ബാങ്ക് നിഫ്റ്റിയിലെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഒരുപാട് ഡിമാൻഡ് ഏരിയാസ് മാർക്കറ്റിൽ റിക്കവറിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. റിക്കവറിക്കുള്ള പോസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഒന്ന് ഡൗൺ സൈഡ് വന്നാലും പല ഏരിയയിൽ നിന്നും അപ്സൈഡ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചുകൂടെ വിസിബിലിറ്റി കാണുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്ന് വരാം, ഈ ഏരിയയിൽ നിന്ന് വരാം, ഏത് റേഞ്ചിൽ നിന്നും മാർക്കറ്റിന് അപ്സൈഡ് പോകാനുള്ള ഒരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള ഏരിയാസ് സ്പേസസ് ബാങ്ക് നിഫ്റ്റിയിലുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഞാൻ കുറച്ചധികം കാലമായിട്ട് ഇപ്പം സ്ട്രക്ചറലി നോക്കിയപ്പം പോസിറ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയിലെ ഓരോ മൂവ്മെൻറ്റ്സും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു അവസ്ഥ അങ്ങനെയാണ് ടോട്ടലി. ഇപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സ്റ്റോക്സ് നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാമെന്നുള്ള കാര്യങ്ങൾ. കുറച്ചധികം ന്യൂസസ് ഒക്കെ ഇന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറയാം. വിപ്രോ എന്ന് പറയുന്ന സ്റ്റോക്സിലൊക്കെ ഇന്ന് ന്യൂസ് ഉണ്ട്. ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് എന്തൊക്കെയാണ് റിസൾട്ട് ഉള്ളതെന്ന് ചോദിച്ചാൽ ലെൻസ്കാർട്ട് സൊല്യൂഷൻ, പ്രാസ്വാന്ത് ഡെവലപ്പേഴ്സ്, ഓണിക്സ് സോളാർ എനർജി എന്ന് പറഞ്ഞ സ്റ്റോക്കുകൾക്ക് ക്വാർട്ടർലി റിസൾട്ട് നവംബർ 29 സോ നവംബർ 29 അതൊന്ന് ക്യാച്ച് ചെയ്ത് വെച്ചേക്ക് ഈ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾ. പിന്നെ ന്യൂസ് ബേസ്ഡ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം ഓഡിഡോ നെതർലാൻഡ്സ് BV എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് വിപ്രോ ഒരു മൾട്ടി ഇയർ എൻഗേജ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് ന്യൂസാണ്. വിപ്രോയിൽ വരും. വിപ്രോ ഒരു കൺസോൾട്ടേഷനിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. ഞാൻ ചാർട്ട് കാണിക്കാം. ജസ്റ്റ് ഒന്ന് വിപ്രോയുടെ ചാർട്ട് നമുക്ക് നോക്കിയിട്ട് പോകാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാർട്ട് ഉള്ളതുകൊണ്ട് തന്നെ വിപ്രോയുടെ ചാർട്ട് ഞാൻ ഒന്ന് കാണിക്കാം. ബാക്കി വിപ്രോയുടെ ചാർട്ട് കണ്ട ശേഷം ബാക്കി സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിപ്രോ ഞാൻ ഒരുപാട് ദിവസം വാച്ച് ലിസ്റ്റ് ഇട്ടേക്കാണ്. നിങ്ങൾ നോക്കുക, വിപ്രോ ഈ ഒരു ഏരിയയിൽ നിന്നും ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 250 എന്നുള്ള സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്യാണ്. ഞാൻ നോക്കിക്കൊണ്ട് വാച്ച് ലിസ്റ്റിലിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യട്ടെ, എന്നതിന് ശേഷം എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് വിപ്രോ. സോ നിങ്ങൾക്കും അത് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വിപ്രോ ഒരു പ്രയോറിറ്റി എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ അദാനി എൻ്റർപ്രൈസിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. അദാനി ഫ്ലൈറ്റ് സിമുലേഷൻ ടെക്നിക് സെൻ്ററുമായിട്ട് 820 കോടിയുടെ ഒരു അക്യൂർമെൻറ്റ് നോട്ടീസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. FSTC 11 അഡ്വാൻസ്ഡ് ഫുൾ ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് ആൻഡ് 17 ട്രെയിനിങ് എയർക്രാഫ്റ്റ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ടോട്ടലി 72.8% സ്റ്റേക്കാണ് FSTCയുമായിട്ട് ബന്ധപ്പെട്ട് അദാനി ഏറ്റെടുത്തിട്ടുള്ളത്. സോ പോസിറ്റീവ് ന്യൂസ് ഫോർ അദാനി എൻ്റർപ്രൈസസ്. ഓക്കെ, പിന്നെ അശോക ബിൽക്കോൺ ഒരു പ്രധാനപ്പെട്ട ഷോക്കോസ് നോട്ടീസ് വന്നിട്ടുണ്ട്. തുറവൂർ തെക്ക്, അതായത് അരൂരിൽ നിന്ന് തുറവൂരിലോട്ട് പോകുന്ന തെക്ക് സെക്ഷനിലെ NH66 6 ലൈൻ എലിവേറ്റഡ് കൊറിഡോർ അറിയായിരിക്കും പലർക്കും കേരളത്തിലുള്ളവർക്ക്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ള കാര്യം പലർക്കും അറിയാം. 2 പ്രീകാസ്റ്റ് PSC ഗ്രിഡേഴ്സ് ഫോൾ ചെയ്ത വിവരം പലരും ന്യൂസിലൊക്കെ കണ്ടു കാണും. അല്ലെ, കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ പുറത്ത് 2 PSC ഗ്രിഡേഴ്സ് വീണ ന്യൂസ് അറിയുന്നതായിരിക്കും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അശോക ബിൽക്കോൺ ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ അവർക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരള ബേസ്ഡ് ന്യൂസും കൂടിയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. അപ്പോൾ അശോക ബിൽക്കോൺ ആണ് ആ ഒരു ഏരിയ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സോ അത് ചെറിയ നെഗറ്റീവ് തന്നെയാണ് കമ്പനിക്ക്, ബട്ട് അത്രയും പാനിക്കിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സോ അത് ക്ലിയർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സൈഡസ് ലൈഫ് സയൻസിന് US യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു അപ്രൂവൽ ഇട്ടിട്ടുണ്ട്. എംപാഗ്ലിഫ്ലോസോൺ ആൻഡ് ലിനാഗ്ലിപ്റ്റിൻ ടാബ്ലറ്റ്സിന് വേണ്ടിയിട്ടാണ്. സോ പ്രൊണൗൺസിയേഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മൾ പറയാനല്ലേ കഴിയത്തുള്ളൂ അല്ലേ. പിന്നെ റെയിൽവേ വികാസ് നിഗത്തിന് ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് നേടിയിട്ടുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് 9.64 കോഴ്സിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് എംക്യൂർ ഫാർമസ്യൂട്ടിക്കലിനാണ്. അപ്പോൾ ഗുഡ് ആൻഡ് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മുംബൈയിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുള്ള ന്യൂസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി അവിടെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അവരുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് നോർമൽ പ്രൊസീജിയറായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ,
പിന്നെ ബോംബെ ഡൈങ് മാനുഫാക്ചറിങ് കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എല്ലാവരും ശ്രദ്ധിക്കാം. നവംബർ 28 ഡിസംബർ 18 വരെ അവരുടെ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അത് മെയിൻ്റനൻസ് ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട് അവരുടെ പ്രൊഡക്ഷൻ ഷോർട്ട് ഫോൾ ഉണ്ടാവും. 7500 മെട്രിക് ടണ്ണോളം വരുന്ന പ്രൊഡക്ഷനിൽ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടാവും. ബട്ട് കമ്പനി അറിയിച്ചിരിക്കുന്നത് അവരുടെ റിസർവ് സ്റ്റോക്ക് ഓൾറെഡി എന്താ പറയുക പ്രിപ്പയർഡ് ആണ്. അതായത് പോളിസ്റ്റർ സ്റ്റാപ്പിൾ ഫൈബറാണ് അവരുടെ ആ ഒരു പ്ലാന്റിൽ നിന്ന് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ അവരെ റിസർവ് സ്റ്റോക്ക് ഓൾറെഡി ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് 7500 മെട്രിക് ടണ്ണ്. സോ വേറെ ഇമ്പാക്റ്റ് അവരുടെ സപ്ലൈ ചെയിനിലൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ശേഷം ഗ്ലോബൽ ഹെൽത്തിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. മേധാന്ത അവർ 550 ബെഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നോയിഡയിൽ ഇറക്കിയിട്ടുണ്ട്. സോ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് എക്സ്പാൻഷൻ പ്രൊജക്റ്റും കൂടെയാണ്. അത് നാഷണൽ ക്യാപിറ്റൽ റീജിയനും ഉത്തർപ്രദേശിനും അത് വലിയ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം കമ്പനി അറിയിച്ചിട്ടുണ്ട്. പിന്നെ മിഡ് സ്കെയിൽ ആൻഡ് പ്രീമിയം ഹോട്ടൽ സ്കെയിലായിട്ട് ബന്ധപ്പെട്ട് 2 ഹോട്ടൽ പ്രോപ്പർട്ടീസ് ലെമൻട്രി ഹോട്ടൽസ് അക്യൂർ ചെയ്തിട്ടുണ്ട് സൂരത്ത് എയർപോർട്ടിൽ ആൻഡ് ഹരിദ്വാറിൽ. സോ അതും പ്രധാനപ്പെട്ട ന്യൂസാണ്. അപ്പോൾ ഇത്രയും കുറച്ച് നല്ല ന്യൂസസ് നിലവിൽ അവൈലബിൾ ആണ്. ആൻഡ് വിപ്രോ നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. ഇപ്പം ഇതങ്ങനത്തെ സ്റ്റോക്കുകളെല്ലാം നമ്മൾ ഒരു 1 വീക്ക് 2 വീക്കൊക്കെ വാച്ച് ലിസ്റ്റ് ഇടുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മൾ ഓരോ എൻട്രി എടുക്കുന്നതിന് മുന്നേ റാൻഡമായിട്ട് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മളൊരു ട്രേഡിംഗ് പ്ലാൻ ഇതേപോലെ ആക്റ്റീവാക്കി നിർത്തുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ സ്റ്റോക്സ് വരുമ്പോഴത്തേക്ക് 2-3 ആഴ്ചയൊക്കെ വാച്ച് ലിസ്റ്റിൽ ഇട്ടതിന് ശേഷം എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ വൈകിട്ടത്തെ പോസ്റ്റ് മാർക്കറ്റ് സെക്ഷനിൽ കൂടുതൽ വീഡിയോയും കൂടുതൽ കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.